മഞ്ഞ് വായിച്ചു തുടങ്ങിയതേയുള്ളൂ. വിമലയുടെ ഹൃദയതാളങ്ങൾ അറിയുന്നതിന് മുൻപേ അത് അടച്ചുവെച്ചു. സാധാരണ ഒരു ചെറുകഥയോ നോവലോ വായിച്ചു തുടങ്ങിയാൽ ഓരോ താളും തീരും വരെ ആവേശത്തോടെ അവസാനം വരെ വായിക്കാറുള്ളതാണ്. ഇത് വായിച്ചു തുടങ്ങിയപ്പോഴേ മടുപ്പ് എന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. ഇത് ചിലരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്, എഴുത്തുകാരൻ്റേതല്ല. സീത വായനാമുറിയിൽ നിന്നും സാവധാനം പുറത്തേക്കിറങ്ങി. ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ മനസ്സിൽ വളരെ വലിയ ഭാരം രൂപപ്പെടാറുണ്ട്. ഭീതിതമായ ഒരു ഏകാന്തതയും ജീവിതത്തോടുള്ള വിരക്തിയും. അത് വളരെയേറെ ഉന്മാദാവസ്ഥയിലേക്ക് അവളെ കൊണ്ടുചെന്ന് എത്തിക്കാറുള്ളതാണ്. ആ സമയം കടന്നു പോകാൻ അവൾ ഏറെ ആഗ്രഹിക്കാറുണ്ട്. ആരെല്ലാമൊക്കെ ഉണ്ടായിട്ടും ഒറ്റപ്പെടാൻ വിധിക്കപ്പെട്ട ചില മനുഷ്യർ, അതിൽ താനും ഉൾപ്പെടുന്നുണ്ട് എന്ന് സീത ഒരു വിങ്ങലോടെ ഓർത്തുപോയി. ആകാശം മേഘാവൃതമാണ്. സൂര്യൻ്റെ ചൂടിന് കാഠിന്യം ഏറെയാണ്. അതൊരു ഭീകര ചൂടൊന്നുമല്ല എന്ന് അവൾ പറയും. സ്നേഹിക്കുന്നവർ നൽകുന്ന കാഠിന്യ വാക്കുകളുടെ ചൂടിനോളം സൂര്യാതാപം വരില്ലെന്ന് അവൾ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. എവിടെയാണ് യാത്രയുടെ അവസാനം? ഓരോ മയിൽക്കുറ്റി കാണുമ്പോഴും യാത്ര തീർന്നെന്ന് അവൾ പ്രത്യാശിക്കും. പക്ഷേ യാത്ര അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഒരിടം, അത് എവിടെ കണ്ടെത്താനാണ്? ശബ്ദകോലാഹലങ്ങളിൽപ്പെട്ട് ഉഴറി വലയുന്ന മനസ്സിൻ്റെ തലങ്ങൾ, താളങ്ങൾ, അത് നഷ്ടപ്പെടുത്താൻ വയ്യ. ജീവിതഗതി എന്തുതന്നെയായാലും എവിടെയെങ്കിലും സന്തോഷത്തിൻ്റെ സാധ്യതകൾ തിരയാൻ അവൾ തീരുമാനിച്ചു. അത് പുതിയൊരു തുടക്കത്തിൻ്റെ കാൽവയ്പ് തന്നെയായിരിക്കും.